من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على دين كله ولو كره المشركون اما بعد فان خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم في العالمين انك حميد مجيد أيها الناس أوصيكم عباد الله بتقوى الله أعوذ بالله من الشيطان الرجيم ومنهم الذين يؤذون النبي ويقولون قل خير لكم يؤمن بالله والمؤمنين ورحمة للذين آمنوا والذين رسول الله يوم يحفظون بالله لكم ويتوكلون الله
അതായത് ഓരോ ഭാഗങ്ങളിൽ ഉണ്ടാവുകയും കാരണം അവർ സ്ത്രീയുടെ ആവശ്യമാണ് എന്ന് ബാധിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ ഭാഗങ്ങളിലെ ലഭിക്കാൻ ശ്രമിക്കേണ്ടി വന്ന രോഗം മാനസികമായിരുന്നു എന്ന് പറഞ്ഞു. ഹൃദയെ സംബന്ധിച്ച് തെറ്റായ ധാരണകൾ ഫലവുമായി ബന്ധപ്പെടുന്ന ആളുകളോട് ഹൃദയെ അവഗണിച്ചുകൊണ്ട് സംസാരിക്കുകയും ചെയ്യുന്നു എന്നത് വളരെ ശീലമാണ്. കിട്ടുന്ന സന്ദർഭങ്ങളൊക്കെ ഇതിനവർ ഉപയോഗപ്പെടുത്തുന്നു. വെള്ളുത്തലാക്ക് കഴിഞ്ഞ് വരുമ്പോൾ തലമുറയുടെ പ്രദേശമനുസരിച്ച് സഹാബിമാരും അതിനകത്ത് പാളയമടിക്കുകയും അവിടെ വിശ്രമിക്കുകയും ചെയ്യുന്നതിനപ്പോൾ ഇവർക്ക് ഒരു ഉപാധ്യവും അനുഷ്ഠാനവും തമ്മിൽ എന്തോ വാക്കേറ്റം ഉണ്ടാവുകയും അതല്പം അതിന് വെളുപ്പോ എന്ന അവസ്ഥയെ രക്ഷപ്പെടുത്തി. ഈ സന്ദർഭത്തിൽ ഗ്രാഫിക്കുകളെ എന്താ പറയുന്ന അബ്ദുള്ളാഹിനെ ഉപയോഗിച്ചിട്ടുണ്ട്. അയാളുണ്ട് അയാൾ പറഞ്ഞു, ഞാൻ നേരത്തെ തന്നെ ഇതുപോലെ പറഞ്ഞതാണ്, ഈ ആളുകളെ അവർക്ക് തിരിച്ചുപറ്റി അവരുടെ വാർത്തകൾ കേൾക്കുന്നതില്ല. ആളുകളെ സംബന്ധിച്ചാണ് അയാൾ സംസ്ഥാനങ്ങളും പറയുന്നത്. ഇപ്പോൾ എന്തായി, നായക്ക് നെല്ല് കൊടുത്ത് കഴിച്ചിട്ട് ഇപ്പോൾ നായ നെല്ല് കഴിക്കാൻ തുടങ്ങി. അതാണ് പ്രയോഗം. ആളുകളെ ധരിച്ചുകൊണ്ടാണ് അയാൾ പറഞ്ഞത്. ഇതാണ് പറഞ്ഞു, പ്രധാനമാണ് ഉസ്താദന്മാരായ ഈ ആളുകളെയൊക്കെ ഈ സംഘാടേ ചില സഹായന്മാർ ജീവിതം അയാൾ പ്രഖ്യാപിച്ചു. വിശേഷിച്ചപ്പോൾ അല്ലാഹു അത് വഹയിന്റെ രൂപത്തിൽ അദ്ദേഹത്തിന്റെ മകൻ അബ്ദുല്ലാഹിനെ പരിചരിച്ചു. അവരെ പറഞ്ഞ മുമ്പിലായി മദീനയുടെ പ്രവാസത്തിൽ ഉപയോഗിച്ച മകൻ മകൻ അവിടെ ചെന്നതോടെ തന്റെ പിതാവ് മദീനയിൽ അള്ളാഹുവിന്റെ വസ്തുവിന്റെ അനുമാനമില്ലാതെ പ്രവർത്തിക്കുന്നത് പറയാനാണ്. കാരണം അയാളാണ് പറഞ്ഞത്, മദീനയിലെത്തിയാൽ സ്വഭാവമാണ് ഇന്ത്യന്മാരെ എന്റെ മകന്റെ അബ്ദുല്ലാഹിനെ ശ്രദ്ധിച്ചില്ല. അദ്ദേഹത്തിന്റെ ഈമാൻ, അവരുടെ ഈമാൻ അപ്പയുടെ വിവരിക്കാം ഒപ്പമാണ് അദ്ദേഹത്തെ അനുവദിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ആരാണ് അന്തസ്സുകെട്ടവളെന്നും അന്തസ്സുള്ളവരെന്നും തന്റെ സ്വന്തം പിതാവിനെ കാണിച്ചിട്ടുള്ളത്. അതിനുവേണ്ടിയാണ് അദ്ദേഹം പിതാവ് ഉദ്യോഗയിലേക്ക് കാലെടുത്ത് നോക്കാൻ അവിടെ വന്നപ്പോൾ മകൻ പറഞ്ഞു എത്തില്ല. അള്ളാഹുവിന്റെ വസ്തുവിന്റെ അനുവാദത്തിനാണ് വരെ മുമ്പോട്ട് വെക്കാൻ അനുവദിക്കാമെന്ന് പറഞ്ഞു. അവസാനം ചിന്തകളാണ് അനുവാദം കിട്ടിയതിന് ശേഷമാണ് അല്ലെങ്കിൽ സന്ദേശം അദ്ദേഹത്തിന് മകന് കിട്ടിയതിന് ശേഷമാണ്
ഒരുപാട് സംഭവങ്ങളാണ് നാട്ടുകാരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായതായിട്ടുള്ളത്. ഉത്തരവാദിത്തങ്ങളുടെ ഐഷാവിനെതിരിൽ ഉന്നയിച്ചിട്ടുള്ള നിരാരോപണം യഥാർത്ഥത്തിൽ നാട്ടുകാരായിരുന്നു. ഇതിലെ ഞാൻ തെരഞ്ഞെടുക്കുമ്പോഴൊക്കെ അവർ വലിയ തോന്നിക്കാറുണ്ട്. ഉത്തരവാദിത്തങ്ങളുടെ രീതി സഹായമാണോ അനുയായികളോട് വളരെയേറെ സ്നേഹവും വാത്സല്യവും ഒരു പിതാവിന് അല്ലെങ്കിൽ ഒരു മാതാവിന് സ്വന്തം മക്കളോട് ഇത്രമാത്രം സ്നേഹവാത്സല്യം പ്രകടിപ്പിക്കാൻ കഴിയുമോ? അതിനേക്കാളൊക്കെ വലിയാണ് സ്വന്തം അനുയായികളോട് സ്നേഹവും വാത്സല്യവും പ്രകടിപ്പിക്കാം. വളരെ അർത്ഥവത്തായിട്ടുള്ള ഒരു പ്രശ്നമാണ്. അങ്ങനെ മാതാവാണോ പിതാവാണോ അന്ത മുമ്പൻ അങ്ങനെയുടെ പോലുള്ള ഈ ഒരു സ്നേഹവാത്സല്യം എന്നാൽ മാതാപിതാക്കളിൽ പോലും കണ്ടിട്ടില്ല എന്നാണ് പറയുന്നത്. അത്തരത്തിൽ അനുയായികളോട് സ്നേഹവാത്സല്യം പ്രകടിപ്പിക്കുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ നബി സ്വന്തം അനുയായികളോട് കാര്യം പറയുമ്പോൾ അത് അവർക്ക് മനസ്സിലായി ബോധ്യപ്പെട്ടു എന്ന് നബിക്ക് ബോധ്യപ്പെടുന്നു. ആ മനസ്സാണ് പറയാം. ഒരു പ്രാവശ്യം പറഞ്ഞിട്ട് എല്ലാവർക്കും അത് മനസ്സിലായിട്ടില്ല എന്ന് തോന്നിയാൽ രണ്ടോ മൂന്നോ ആവർത്തിച്ച് സമയമായി. അതുപോലെ തന്നെ തന്റെ അനുയായികൾ അവർ ആത്മാവായാലും പെണ്ണുങ്ങളായാലും കുട്ടികളായാലും വലിയവരായാലും ഒക്കെ അവർക്ക് എന്താണ് പറയാനുള്ളത് എന്ന് വളരെ ശ്രദ്ധിച്ച് കേൾക്കുക ആളെന്നും പറയാൻ വേണ്ടി അദ്ദേഹത്തിന് കാത് കുറച്ച് അത് കേട്ട കഴിഞ്ഞതിന് ശേഷം അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്ന ഏത് വകയും അവരെ പൂർണ്ണ രൂപത്തിൽ തന്റെ അനുയായികളെ കേൾപ്പിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ അവരിൽ നിന്ന് ചിലപ്പോഴെങ്കിലും ഉണ്ടാവുന്ന ഇസ്ലാമിക വിരുദ്ധമായിട്ടുള്ള ശീലങ്ങളും സ്വഭാവങ്ങളും ഒക്കെ തിരുത്തുകയും ചെയ്യാൻ ഇതൊക്കെ മനസ്സിലാക്കിയ മുനാഫിക്കുകൾ ഇതിനെ പരിഹരിച്ചുകൊണ്ട് പറഞ്ഞു അദ്ദേഹം വല്ലാത്തൊരു സാധാണ്. ആരെന്ന് പറഞ്ഞാലും കാത് കൊടുക്കുകയും ശ്രദ്ധിക്കുകയും അത് ശരി തെറ്റാവുന്ന നോക്കുക. ആരാമത്തായി പറയുന്നതൊക്കെ അതേപടി കേൾക്കാം എന്നതാണ് നെറ്റിയുടെ രീതി സാധനത്തിന്റെ ആക്ഷേപം എന്നുണ്ടാകുന്നത്. അതിന് അള്ളാഹു മറുപടി കൊടുക്കുന്നത് ഇനി പറയണം ഒന്നും വഴിയില്ല. ആളുകൾ പറയുന്നത് കേൾക്കുന്ന വാതിൽ എന്തെങ്കിലും വാക്കിൽ നിൽക്കുകയാണ്. ഒന്നും വഴിയില്ല. നിങ്ങൾക്ക് തന്നെ പ്രയോജനം ചെയ്യുന്ന നിങ്ങൾക്ക് തന്നെ നന്മ വരുത്തുന്ന വിധത്തിലുള്ള കാലാവധിയായിരുന്നു. ഇതൊന്നും വഴിയില്ല. നിങ്ങൾക്ക് ദ്രോഹം വരുത്തി വെക്കുന്ന വിധത്തിൽ അദ്ദേഹം നടന്നുകൊണ്ടില്ല. നിങ്ങൾ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കാതെ നിങ്ങൾ അവതരിക്കാനുള്ളതും അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് എന്താണ് ഗുണകരമായിട്ടുള്ളത് അതിന് പറ്റിയ വിധത്തിൽ നിങ്ങളിൽ നിന്ന് കാര്യങ്ങൾ കേൾക്കുന്ന ഒന്നും കഴിയില്ല. അങ്ങനെയാണ് മോമിനത്തിനായി മാത്രമല്ല അദ്ദേഹം
അള്ളാഹുവിൽ വിശ്വസിക്കുന്നു. ആളുകൾ പറയുന്ന എന്നും കേട്ടെ അതിനനുസരിച്ചൊക്കെ ആളുകളുടെ മറ്റുള്ളവരുടെ കാര്യത്തിൽ തീരുമാനം എടുത്താൽ അത് അനീതിയായിരിക്കും. കാരണം എല്ലാം അള്ളാഹു പറയുന്നവനാണ്. ആ അള്ളാഹു വിശ്വസിക്കുന്നവരാണ് സ്ഥാനത്തുന്നത്. അത്തരത്തിൽ നാം അതേ അവസരം മറ്റുള്ള ആളുകൾ പറഞ്ഞു കേൾക്കുന്നതിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ പേര് നടപടി എടുക്കാം. ഇതും അദ്ദേഹത്തിന്റെ നാശമാണ്. അപ്പൊ ഒന്നിനും ഇല്ല. അള്ളാഹുവിൽ ദൃഢമായി വിശ്വസിക്കുന്ന ആളുകളാണ് അദ്ദേഹം. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള അവസ്ഥ ഉണ്ടായത്. അതേവസരം നിങ്ങൾക്ക് ഗുണകരമായിട്ടുള്ള എന്തും കേൾക്കുന്ന നിങ്ങൾ പറയുന്നത് അതിന് കാതു നൽകുന്ന നിങ്ങൾ അവഗണിക്കാത്ത വൈദ്യുതില്ല. നിങ്ങൾക്ക് നല്ല പ്രയോജനം ചെയ്യുന്ന നന്മയുടെ കാലാണ് ഉന്നതത്തിൽ മുമ്പിലില്ല. അദ്ദേഹം വിശാലതയായ കാര്യത്തിൽ സമാധാനം കൊള്ളുന്നതാണോ വാഹനത്തിനാകുന്നു. നിങ്ങളുടെ കൂട്ടത്തിൽ വിശ്വസിച്ച ആളുകൾക്ക് കാരുണ്യവുമാണ് അദ്ദേഹം. ഒരേ നേതാവിന് തന്റെ അനുയായികളുടെ കാര്യത്തിൽ പൂർണ്ണ സമാധാനം പറയാൻ കഴിയാം. ഇത് ലോക ചരിത്രത്തിൽ മുഹമ്മദ് മുസ്തഫ നമുക്കല്ലാതെ ഉണ്ടായിട്ടില്ല. പൂർണ്ണാർത്ഥത്തിൽ തന്നെ തന്റെ അനുയായികളെ സംബന്ധിച്ച് സമാധാനം കൊടുത്തുകൊണ്ട് കാര്യങ്ങൾ നീക്കാൻ പറ്റാളാണ് മറ്റൊരു നേതാവ് നടത്തിയിട്ടില്ല. ഗ്രാമീണ ചരിത്രത്തിലെ സംഘടിതകളാൽ ആലേഖനം ചെയ്യപ്പെട്ട ഒട്ടനവധി സംഭവങ്ങൾ ഇത് സാക്ഷിയാണ്. ശത്രുക്കൾ പോലും മലയോട്ടെന്ന കയ്യിലെ അനുയായികൾ സഹായിമാരെ സംബന്ധിച്ച് പ്രശംസിച്ചു പറഞ്ഞു. ഉദയവിയ സന്ധി സംഭാഷണം നടക്കുന്ന സന്ദർഭത്തിൽ ഓർവത്തിന് മസ്ഊദ് എന്ന് പറയുന്ന പർവ്വതത്തേക്കാൾ ഓർമ്മക്കാരനായ മസ്ഊദിനെയാണ് വൈദികൾ തമ്മിലോട് സംസാരിക്കാൻ നൽകി പറഞ്ഞിരുന്നത്. ആദ്യം അദ്ദേഹം നിർത്തലാമലയോടനായ അടുത്ത് വന്ന് സംസാരിച്ചുകൊണ്ടിരിക്കെ സഹാബിമാരെ നബിയുമായുള്ള അവരുടെ സമീപനം കണ്ടപ്പോൾ അദ്ദേഹത്തിന് ബോധ്യമായി ഈ മനുഷ്യന്മാർ മുഹമ്മദിനെ എന്തുമാത്രം സ്നേഹിക്കുന്നുണ്ട്. ഹദീസിൽ പറയുന്നത് കൊടുക്കുമ്പോൾ നബിയുടെ കയ്യിൽ നിന്ന് മുഖത്തിൽ നിന്നൊക്കെ മറ്റു വീഴുന്ന വെള്ളം ലഭിക്കാൻ വേണ്ടി അവർ തിക്കുകിടക്കുകയും ആ വെള്ളത്തിലേക്കാൾ കയ്യിലെടുത്തുകൊണ്ട് അത് സ്വന്തം ശരീരങ്ങളിൽ പുരട്ടുകയും ചെയ്യുകയും എത്രത്തോളം എന്ന് പറഞ്ഞാൽ നബി തുപ്പുന്നത് പോലും നിലത്തിൽ വീഴാതെ കൈകൊണ്ട് കയ്യിൽ ഏറ്റുവാങ്ങിക്കൊണ്ട ശരീരത്തിൽ പുരട്ടുക. ഇതിന് ചിലപ്പോ ഒരു യുദ്ധമന്ത്രം ഉണ്ടാവാം. ശത്രുക്കളുടെ മുമ്പിൽ നബിയോടുള്ള അനുയായികളുടെ സ്നേഹവും ബഹുമാനവും നബി അവർ എത്രമാത്രം ആദരിക്കുന്നുണ്ട് അനുകരിക്കുന്നുണ്ട് എന്ന കാര്യമൊക്കെ അവർ ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്ന ഒരു യുദ്ധതന്ത്രത്തിലുണ്ടാവാം. എന്നാൽ പോലും ഒരു നേതാവിനോട് ഇത്രമാത്രം സ്നേഹം പ്രദർശിക്കാനുള്ളത് ലോകചരിത്രത്തിൽ ഇത് കണ്ട് മക്കയിൽ തിരിച്ചു വന്ന മസ്ഊദ് വൈദികളോട് പറഞ്ഞത്, ഞാൻ പല ആളുകളും അന്വേഷിച്ചു, പല രാജാക്കന്മാരുമായി ഞാൻ ബന്ധപ്പെട്ടു. പക്ഷെ ഒരു രാജാവിനെ ഒരു അനുയായി ഒരു സമൂഹവും അവരുടെ രാജാവിനെ നേതാക്കന്മാരെ സമാധികാരികളെ മുഹമ്മദിന്റെ ആളുകൾ മുഹമ്മദിനെ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നത് പോലെ കാണാൻ എനിക്ക് കഴിയുന്നില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് നല്ലത് മുഹമ്മദുമായി സന്ധീകരിക്കുകയാണ്. വൈദികളാൽ മുഖവരത്തെടുത്തില്ല, ഇയാൾക്ക് കാര്യം ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് അയാളെ പിന്നെ അയാൾ സുബൈലിനാണെന്ന് പറഞ്ഞത്.
ഹുദൈബിയ സന്ധി കഴിഞ്ഞ് പിറ്റേ കൊല്ലം സമ്മത്സര ആ വ്യവസ്ഥ അനുസരിച്ച് തലവയിൽ സഹാബിമാർ സംഭവിക്കാവുന്നതാണ്. കഴിഞ്ഞതിന് ശേഷം മുടി പറയുകയാണ്. മഹാനായ അനസ് റളിയല്ലാഹു പറയുന്നത് ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ കാണാൻ കഴിയും. കഴിഞ്ഞ് മുടി കളയുന്ന സമയത്ത് പാപമിനിയൊക്കെ മഹാവിമാൻ ചെറിയ പുതിയെടുക്കുന്ന സമയം എന്തിനു വേണ്ടി നബിയുടെ തലയിൽ നിന്ന് വീഴുന്ന ഒരു രോമം പോലും നിലത്ത് വീഴാൻ മഹാന്മാർ അനുവദിച്ചില്ല. അതൊക്കെ അവരെ സ്വന്തം കൈകളിൽ ഏറ്റുപോകണം. പച്ചത്തിൽ പ്രധാന സന്ദർഭത്തിൽ നമ്മളെ നബി മുടി പൊളിക്കണം സമയത്ത് വാപ്പടുത്ത് നമ്മളോട് മുടി കളയാൻ പറഞ്ഞു. ആദ്യം വലതു മാറുന്നു. ഇത് പറഞ്ഞതിന് ശേഷം മുടിയിൽ മുഖേക്കുന്ന അതിൽ കാണാൻ കഴിയും. ഈ മുടി ഇഷ്ടമുള്ള പ്രയോജനം ഒന്നും രണ്ടുമൊക്കെ ആയിട്ട് തൊട്ടടുത്തുള്ള സഹായമായിട്ട് ഇടത് ഭാഗം കളഞ്ഞിട്ട് അപൂർവരുടെ ആ ഭാഗത്തുള്ള മുടി അദ്ദേഹത്തിന് കിട്ടും. മറ്റൊരു റിപ്പോർട്ടിലുള്ളത് ഈ മുടി അത്രയും അദ്ദേഹത്തിന്റെ കയ്യിൽ കൊടുത്ത് അത് വിതരണം ചെയ്യാൻ പറഞ്ഞു. ഈ മുടി അത്രയും മഹാത്മാർ ഓരോരുത്തരായി ഏറ്റുവാങ്ങി അതുകൊണ്ട് സൂക്ഷിച്ചു. പിന്നീട് വർഷങ്ങൾക്ക് അല്ലെങ്കിൽ പതിറ്റാണ്ടുകൾക്ക് ശേഷം അലിബിന്റെ ഒക്കെ മരണം കഴിഞ്ഞ് അതിനൊക്കെ ശേഷം മുഹമ്മദ് ബിൻ സിരീൻ എന്ന് പറയുന്ന ദാബിയായിട്ടുള്ള പണ്ഡിതൻ മുഹദ്ദിസാണ്. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ അദ്ദേഹം പറയും, ബുഖാരി മുസ്ലിമോ ഉദ്ധരിക്കുന്ന ഹദീസിൽ അദ്ദേഹം പറയുന്നതായി കാണാം. ഞാൻ എന്റെ ഗുരുനാഥൻ അഖീദയോട് പറഞ്ഞു, അനത്തിന്റെ കയ്യിൽ ഞങ്ങൾക്ക് എതിരെ ഒരു കുടി കിട്ടിയിരുന്നു. അബീദ പറഞ്ഞു, എനിക്ക് ശാസ്ത്രത്തിൽ കാര്യ സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയുടെ ഒരു മുടിയെങ്കിലും എന്റെ കയ്യിലുണ്ടാവുകയെന്നുള്ളത് ദുനിയാവും അതിലുള്ള അകലം കിട്ടുന്നതിനേക്കാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. മൂന്നാമതായ കയ്യിലെ നബീതായിട്ടുള്ള മുടി കുടിച്ചിട്ടുണ്ടായി. ആളുകൾ രോഗം ബാധിക്കുമ്പോൾ പാത്രത്തിൽ വെള്ളവുമായി ചൂണ്ടലമേലടുത്തേക്ക് കൊടുത്താൽ അവരാ പാത്രത്തിലെ മുടിയിട്ടിട്ട് ആ വെള്ളം ഇത് കൊടുത്താൽ ഈ ആളുകൾ അത് കുടിക്കുകയോ അതുകൊണ്ട് കുടിക്കുകയോ ഒക്കെ ചെയ്യും എന്നാണ് പറയുന്നത്. നബിയുടെ നേരത്തെ പറഞ്ഞ അബ്ദുല്ലാഹിബ്നു ഉബയ്യിബ്നു സുലൂൽ എന്ന മുനാഫിഖിനെ അയാൾ മരിക്കുന്ന സമയത്ത് തന്റെ മകൻ അബ്ദുള്ളയോട് വസിയ്യത്ത് ചെയ്തു. വസിയ്യത്ത് എന്താണ്? ഞാൻ മരിച്ചാൽ ഒന്ന് ചെറിയ കത്ത് അദ്ദേഹത്തിന്റെ കുപ്പായം വാങ്ങിയിട്ട് ആ കുപ്പായത്തിൽ വാങ്ങുന്ന പിന്നെ കഥ ചെയ്യുന്ന കൂട്ടത്തിൽ നബിയുടെ കുപ്പായവും കൂടി ഉപയോഗപ്പെടുത്തി. രണ്ടാമത്തേത് എന്റെ മയ്യത്ത് നിർത്തിയിരിക്കുന്നത് ശരിയായി. ഇത് ഒരു മുനാഫിഖിന്റെ സമീപനമാണെങ്കിൽ മേലെ സഹാബിമാർ യഥാർത്ഥ മുന്നിലാണ് അവർക്ക് പ്രയാണിക്കാൻ. അപ്പൊ അവർ ചോദിക്കാൻ നബിയുടെ ഈ മുടി എന്തിനു വിതരണം ചെയ്യുന്നു, അതെന്തിനാണെന്ന് നമുക്കറിയില്ല. പക്ഷേ ഇവിടെ സഹാബന്മാരെ നബിയോട് സ്നേഹിച്ച് നബിയോട് നബിയെ സമീപിച്ച നബിയോട് കാണിച്ച സ്നേഹവും നബി അതിന്റെ സഹാബന്മാർക്ക് നൽകിയിട്ടുള്ള പരിഗണനയും ഇതാണ് ചെയ്തത് മനസ്സിലാക്കാൻ കഴിയും. അത് ഇന്ന് എവിടെ എത്തിപ്പെട്ടു എന്നുള്ള മറ്റൊരു സംഗതി. അത് ഗുണനം ചെയ്തുകൊണ്ട് പാഠ്യമാക്കുന്നതും മറ്റുമൊക്കെ അത് വേറെ ചർച്ച ചെയ്യുന്നുണ്ട്. ോട് സാധ്യമായിട്ടുണ്ടായിരുന്ന സമീപനത്തിന്റെ ഏകദേശ ചിത്രം. അതുകൊണ്ട് തന്നെ നബിയെ സഹാബിമാർ എന്തുമാത്രം സ്നേഹിച്ചു, അവരുടെ ഹൃദയത്തിന്റെ ഉള്ളറകളിൽ ഇത്രത്തോളം അവരെ പോഷിച്ച മറ്റൊരു വ്യക്തിയും നേതാവും വേറെ ഉണ്ടാവില്ല എന്നാണ് മനസ്സിലാക്കുന്നത്.
പ്രശംസിക്കുന്ന കാര്യത്തിൽ സഹാബിമാർ വളരെ വളരെ കൂടുതലായി. കവിതയുടെ രൂപത്തിലാവാം, ഗദ്യത്തിന്റെ രൂപത്തിലാവാം. അപ്പൊ ഇങ്ങനെയുള്ള വളരെ സ്നേഹ നിർമ്മമായ ഒരു സമീപനം യോട് ഉണ്ടാവുക എന്നത് ഈമാനിന്റെ തന്നെ തേട്ടമാണ് എന്നുള്ളത്. ആർക്കും അള്ളാഹു സമാധിമാർക്കുതി എന്ന് തന്നെയാണ് നോക്കുന്നത്. ഞാൻ എന്താണോ കൊണ്ടുവന്നത്, ഞാൻ എന്താണോ നിങ്ങൾക്ക് കൊണ്ടുവന്ന് തന്നിട്ടുള്ളത്, നിങ്ങളുടെ താല്പര്യം അതിനെ പിൻപറ്റുന്നതായിരിക്കും. നിങ്ങളുടെ താല്പര്യം നിങ്ങളുടെ ഭൗതികമായ നേട്ടത്തോട്ടങ്ങളിലാവുകയില്ല. ഞാൻ കൊണ്ടുവന്നത് പിൻപറ്റുക എന്നത് നിങ്ങളുടെ താല്പര്യമാവാത്ത കാലത്തോളം എല്ലാവരും അളവും നിങ്ങളിലാരും മുന്നിലാവാൻ പോകുന്നില്ല എന്നാണ് ഒരുപാട് ഉദാഹരണങ്ങൾ നബിയെ സ്നേഹിച്ചതിൽ നമുക്ക് കാണാൻ കഴിയും. പ്രധാനത്തിന് ഭാഗത്ത് നബിയുടെ സ്വന്തം സമയം ശത്രുക്കൾ വന്ന് മദീനയിൽ വന്ന് നബിയെ ആക്ഷേപിച്ചുകൊണ്ട് പലപ്പോഴും സംസാരിക്കാറുണ്ട്. കവിത ഇസ്ലാമാണ് നബിയൊക്കെ അനുവദിച്ചു. അവർ ഗർഭമായിട്ട് വാളെടുത്ത് കൊല്ലുന്ന രീതിയായിരുന്നില്ല ഇത്തരമുള്ളത്. കേൾക്കാനുള്ളത് ആക്ഷേപത്തിന്റെ സ്വരങ്ങളായാലും അത് ശ്രദ്ധിച്ച് കേട്ട് മറുപടി പറയുന്ന രീതിയാണ് സ്വീകരിച്ചിരിക്കുന്നത്. പലപ്പോഴും മറുപടി പറയാൻ എത്താനത്തിന് സാധിക്കുന്നതാണ് കവിതാലോകത്ത്. എത്താൻ നിമിഷക്കവിയായി അവിടെ നിന്ന് ഇന്നാളത്ത് നിന്നുകൊണ്ട് സുന്ദരമായി കവിത പാടാനും ശത്രുക്കൾക്ക് കവിതയിലൂടെ മറുപടി പറയാനും കഴിയുന്ന ആളായിരുന്നു ഉസ്താദിനാണ്. അദ്ദേഹത്തിൻ്റെതായി ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഒരു കവിതാശകലം അള്ളാഹുവിന്റെ റസൂലിനെ സംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം പറയാം. ദുനിയാവിന്റെ അലങ്കാരമായിട്ടുള്ള പ്രവാചകരെ മനുഷ്യന് പ്രതീക്ഷിക്കാവുന്ന അവന്റെ പ്രതീക്ഷകന് പാരമ്യമായിട്ടുള്ള പ്രവാചകരെ മന്ദി അങ്ങയുടെ മുഖകമലം അത് വിട്ടുകൊണ്ട് മറ്റൊന്നിനെ കാണാൻ ശ്രമിക്കുന്നവൻ ആരാനുണ്ടാവാം. അങ്ങയുടെ മുഖം ദർശിക്കുന്നതിന് പകരം മറ്റൊന്ന് കാണാൻ ശ്രമിക്കുന്ന ആരാനുണ്ടാവാം എന്നാണ് അദ്ദേഹം എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇമാമി പിതാവും എന്റെ ഇമാം അത് അല്ലാഹുവിന്റെ ഗ്രന്ഥമാണ്. വിശുദ്ധ കാഴ്ചയാണ് എന്റെ കിബില. മറ്റേതൊരു പ്രസ്ഥാനത്തെയും ദീനിനെയും ഉപയോഗിച്ച് എന്റെ ദീൻ അത് ഏറ്റവും ഉന്നതമാണ്, വാസ്തവവും ഏറ്റവും അഭിലാഷമുള്ളതും. സ്വന്തം ആദർശത്തെ സംബന്ധിച്ച് ബോധം പ്രകടിപ്പിക്കാവുന്നതാവുക. സാധാരണ ഇസ്ലാമിന്റെ എതിരാളികൾ പറയാറുണ്ട്, മുസ്ലിങ്ങൾ പറഞ്ഞു കളയും അവരുടെ മതമാണ് എല്ലാ മതത്തെക്കാളും ഉന്നതമെന്ന്. യഥാർത്ഥത്തിൽ മുസ്ലിമെന്നാവേണ്ട അയാളുടെ ബോധമാണ്. ഞാൻ അംഗീകരിച്ച എന്റെ ആദർശം, അതിനെ വെല്ലാൻ പോകുന്ന ഒരാദർശവും ഒരു പ്രസ്ഥാനവും ഒരു മതവും ഒരു യുദ്ധവും ലോകത്തെ അവിടെയില്ല എന്ന് ഉറക്കെ പറയാൻ ഒരു മുസ്ലിമിന് കഴിയുമ്പോഴാണ് അയാൾ മുസ്ലിമായി. ഒരു അക്കാതെയെല്ലാം വന്നു നബിയുടെ മുമ്പിൽ പാടുന്നതാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിന്റെ മുമ്പിൽ എനിക്ക് ശുപാർശ ചെയ്യാനുള്ള ആളാണ് അള്ളാഹുവിന്റെ എന്റെ തെറ്റുകൾ കുറ്റങ്ങൾ നോക്കാൻ അള്ളാഹുവിന് മാത്രമേ സാധ്യമാവുകയുള്ളൂ. അള്ളാഹുവില്ല, അള്ളാഹു ഏറ്റവും മഹാനാണ്, വലിയവനാണ്. ഇതുപോലെ
ഇങ്ങനെയുള്ള ഒരു നിരവധി കവിതകളും പ്രസംഗങ്ങളും നമുക്ക് കാണാം. ഇത് ആ കാലഘട്ടത്തിൽ മാത്രമല്ല, മുസ്ലിം സമൂഹം ഏത് കാലഘട്ടത്തിലും അവരുടെ ചെറിയവരും വലിയവരും ഒക്കെ മനസ്സിൽ താലോലിച്ച് അവരുടെ ചിന്തയിൽ ഊട്ടി ഉറപ്പിച്ച് വളർത്തിക്കൊണ്ടുവന്നിട്ടുള്ള ഒന്നാണ് മഹാനായ വിശുദ്ധ ഈ സ്നേഹവായ്പ. ഈ സ്നേഹവായ്പ നബിയോട് ഇല്ലെങ്കിൽ ഒരാൾക്ക് മൂക്കിനാവാൻ സാധ്യമല്ല. അതിപ്പം അഹപ്പനിലയിൽ വാടിയും ഇവിടെ മുനാഫിക്കുകളെ സംബന്ധിച്ചിടത്തോളം കിട്ടുന്ന സന്ദർഭമൊക്കെയും നബിയെ അഭിശംസിക്കുക, നബിയെ ദ്രോഹിക്കുക, മാനസികമായി പീഡിപ്പിക്കാനാണ് അവർ ഉപയോഗിച്ചിരുന്നതെങ്കിൽ നബിയുടെ യഥാർത്ഥ അനുയായികൾ ആദ്യകാലം പിന്നീടുള്ളവരൊക്കെ തന്നെ കിട്ടുന്ന സന്ദർഭങ്ങളൊക്കെയും നബിയെ പ്രശംസിക്കുവാനും സമൂഹത്തിന്റെ മുമ്പിൽ നബിയുടെ മഹത്വം വളരെ ഉറക്കെ ഉദ്ഘോഷിക്കുവാനുള്ള സന്ദർഭങ്ങളാണ് അവർ ഉപയോഗിച്ചിട്ടുള്ളത്. നമ്മളുടെ കേരളീയനായ വലിയകോട്ട് ഉമ്മർവാദി അദ്ദേഹം മക്കയിൽ മദീനയിൽ ചെന്ന് നബിയുടെ പവർന്നടുത്ത് പാടിയിട്ടുള്ള അറബിയിലുള്ള വളരെ സുന്ദരമായിട്ടുള്ള ഒരു കാവ്യം ഇന്നും നമുക്കൂടെ ലഭ്യമാണ്. അവരെ അദ്ദേഹം നബിയുടെ പവർന്നടുത്തുകൊണ്ട് പറയുന്ന ചില വരികളും അദ്ദേഹം പാടി രണ്ട് മണ്ണറക്കാളിൽ നിന്ന് ഉച്ചിച്ചു വീഴുന്ന എന്റെ അശ്വകണങ്ങൾ അത് വെച്ച ഒരേ അശ്വകണം പോലും ഇപ്പോഴും വറ്റി വരണ്ടിട്ടില്ല. എന്നല്ല, അത് രണ്ട് കവൽ സ്ഥലങ്ങളിൽ ചില സ്ഥലങ്ങളിലൂടെ ചാടിപ്പൊഴുകിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എന്താണ്? ഇങ്ങനെ എന്റെ കണ്ണുനീരുകൾ ഈ അവരുടെ അടുത്ത് കവളിലൂടെ ചാടിക്കൊള്ളുന്ന കാരണം ഇങ്ങനെ ചാടിക്കൊള്ളുന്ന കാരണം സയ്യിദുൽ ഖൗല് രണ്ട് ലോകത്തിന്റെയും നേതാവായ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എന്റെ മനസ്സിൽ ദീനമായി കിടക്കുന്ന അതിന്റെ അന്തരാളങ്ങളിൽ ഉള്ളിപ്പിടിച്ചു നിൽക്കുന്ന ആ സ്നേഹവായ്പ ഈ സ്നേഹം എന്ന് പറയുന്നത് വലിയ ഹൈജമ്പ മനുഷ്യൻ ഞാൻ ജീവിച്ചിരിക്കുമ്പോഴും ഞാൻ മരിച്ച് കല്ലറയിൽ എന്റെ നെല്ലുകൾ ഉരുപ്പി മണ്ണായി തീരുമ്പോഴും നിലനിൽക്കുന്ന ഒന്നാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അവർ ജീവിച്ചിരിക്കുമ്പോഴും മരണശേഷവും ഒക്കെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവൻ അല്ലാഹുവിന്റെ ദൂതരെ അങ്ങാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അപ്പൊ ഇത് നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കാറുള്ളത് മാത്രമല്ല, ഈ സ്നേഹവായ്പ അത് നമ്മളുടെ ജീവിതത്തിൽ പ്രകടമാകുമ്പോൾ മാത്രമേ യഥാർത്ഥത്തിൽ നാം നിസ്തരമാകുന്നതിനെയോ തലമയും ജയിച്ചുകൊണ്ടെന്ന് പറയാം. അപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നത് ഇസ്ലാമിന്റെ നേരെ ആധുനിക സമൂഹത്തിലുള്ള മുനാഫിക്കുകളായാലും ഇസ്ലാമിന്റെ രസവൈരികളായ മറ്റ് ആളുകളായും ഒക്കെ അവരിൽ നിന്ന് ഇസ്ലാമിന് നേരെ വരുന്ന ആക്രമണങ്ങളെ തീർക്കാനും അത് തോൽപ്പിക്കാനും ഒക്കെ അതിന് നമ്മൾ മുന്നിട്ട് ഇറങ്ങുന്നുണ്ട്. ഇവിടെ മുനാഫിക്കുകളുടെ കാലത്തുണ്ടായിരുന്ന മുനാഫിക്കുകളെ എവിധത്തിലാണോ എവിധ സ്ഥാനമാരും കൈയാളിയിട്ടുള്ളത് അതേ വിധത്തിൽ ഇന്നത്തെ ഖുർആനിന്റെ ഈ നിർദ്ദേശങ്ങളുടെ ചുവട് പിടിച്ചുകൊണ്ട് അതിനെ നേരിടാൻ വേണ്ടി കഴിയുകയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ മനസ്സിലെ ഈമാൻ ചിറക്കമാകുന്നത് വിഭാഗത്തിൽ നിന്ന് രക്ഷപ്പെടാൻ. അപ്പൊ ഇവിടെ മുനാഫിക്കുകളോട് ഖുർആൻ പറയുന്നത് ഒന്നും ആയില്ല, അദ്ദേഹം സാധാരണ പക്ഷെ നിങ്ങൾക്ക് ഗുണം ചെയ്യുന്ന മോമിനുകളുടെ കാര്യത്തിലാണ് അദ്ദേഹം സമാധാനം അടയുന്നതാണ്. ഇത്തരത്തിലുള്ള ഒരു സ്വന്തം അനുയായികളുടെ കാര്യത്തിൽ ഇത്രയ്ക്ക് മനസമാധാനത്തോടുകൂടി കണ്ടുപിടിക്കാൻ
കഴിഞ്ഞ ഒരു നേതാവിനെയും ലോകചരിത്രത്തിൽ നമുക്ക് കാണുന്ന മനുഷ്യനാണ്. വിശദമായ അറ്റത്തിലുണ്ടായ ഘട്ടത്തിൽ മഹാന്മാരെ സാക്ഷി നിർത്തിക്കൊണ്ട് തോന്നി. അതാ അത് നല്ല ഒത്തുക 100 പ്രാവശ്യം എതിരെ ആവർത്തിക്കുന്നു. ഈ 23 വർഷക്കാലത്തിനിടയ്ക്ക് നിങ്ങൾക്ക് ഏതൊരു സന്ദേശം എത്തിച്ചു തരണമെന്നാണോ അള്ളാഹു എന്നെ ഏൽപ്പിച്ചിട്ടുള്ളത്, ആ സന്ദേശം ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തന്നു വേണ്ടുമോ? അതാ നല്ല സാഹിമാരുടെ മറുപടി എന്തായിരുന്നു? പല അതെ, ഇത് ആവർത്തിച്ച് ചോദിക്കാതെ മഹാന്മാർ ആവർത്തിച്ച് മറുപടി പറയും. എന്നിട്ട് രണ്ട് ആകാശത്തിന്റെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, ഇത് ഏറ്റെടുക്കാൻ മഹാന്മാർക്ക് അത്തരത്തിൽ പറയാതെ ഈ സംഭവത്തെ തുടർന്ന് ഈ ഒരു ഗതിയേറ്റത്തെ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് ആ ദൗത്യത്തിന്റെ പ്രചരണത്തിൽ ഇറങ്ങിത്തിരിക്കുകയാണ് മഹാന്മാർ ചെയ്തത്. ഇതാണ് നബിയോട് അവർക്കുണ്ടായിരുന്ന സ്നേഹം എന്ന് പറയുന്നത്. ഈ സ്നേഹം യഥാർത്ഥത്തിൽ വിട്ട് നബിയുടെ മുടിയോ അതുപോലുള്ളത് തോന്നോ വിട്ട് കാറ്റാക്കുന്നതിന് പകരം നബിയുടെ സുന്നത്ത് പിൻപറ്റുകയും ഏതൊരു ആദർശത്തിന് വേണ്ടിയാണോ തന്റെ ജീവൻ പണയപ്പെടുത്തിയിട്ടുള്ളത്, ആ ആദർശത്തിന് വേണ്ടി സ്വന്തം ജീവൻ പണയപ്പെടുത്തി വൈത്തൻ ജീവിച്ചിരിക്കുമ്പോഴും മരിക്കുമ്പോഴും ഒക്കെ അതിനുവേണ്ടിയാവുന്ന എന്നതും എപ്പോഴാണോ നമ്മൾക്ക് സാധ്യമാവുന്നത് അപ്പോൾ മാത്രമേ നാം മുക്തനാവൂ. ഇല്ലെങ്കിൽ ഈ കാട്ടിക്കൂട്ടലുകൾ കൊണ്ട് അമ്മാഹത്തിന്റെ എടുക്കുന്നത് പ്രയോജനമില്ല. ഈ ലോകത്ത് പോലും അതുകൊണ്ട് പ്രയോജനം കിട്ടാൻ പോകില്ല. അതുകൊണ്ട് നബിയോടുള്ള ഈ സ്നേഹമായിപ്പോയി അതിന്റെ പൂർണ്ണമായ അർത്ഥത്തിൽ തന്നെ ഉൾക്കൊണ്ട് ജീവിതത്തിന്റെ എല്ലാ രംഗത്തും ജീവിതത്തെ ഉൾക്കോളും ശ്രമിക്കുന്ന വിധത്തിൽ അത് വളർത്തിയെടുക്കാനും അത് നമ്മുടെ ജീവിതത്തിലൂടെ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രകടിപ്പിക്കുവാനും പ്രകടനം എന്ന് പറയുമ്പോൾ ന്യായന്റെ രീതിയിലാണ്. ഒരു സമൂഹം എന്നുള്ള നിലയ്ക്ക് ഈ സമൂഹം അവരുടെ നായകനെ, അവരുടെ നേതാവിനെ, പ്രവാചകനെ എന്തുമാത്രം പിൻപറ്റാൻ ബദ്ധകങ്ങളാണ് എന്ന് ലോകത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കുമ്പോഴേ ലോകത്തിന് മനുഷ്യ സമൂഹത്തിന് ഉൾക്കൊള്ളാൻ കഴിയും. ആ വിധത്തിൽ ഉൾക്കൊള്ളാനും പ്രകടിപ്പിക്കാനും നമുക്ക് കഴിയേണ്ടതുണ്ട്. അതിനു വേണ്ടിയായിരിക്കണം നമ്മുടെ ജീവിതം ഒഴിച്ചുവെക്കുന്നത്. അപ്പോൾ മാത്രമേ ഈ ലോകത്തും പരലോകത്തും നമുക്ക് പ്രയോജനം ചെയ്യുകയുള്ളൂ. പറഞ്ഞ രീതിയിൽ നമ്മളെ അള്ളാഹുവിന്റെ മുനാഫിക്കുകളുടെ നെറ്റിലായിരിക്കും നേരെ ചേർക്കുക. അള്ളാഹു കാണുന്നതാണ് നമ്മെ കാത്തിരിക്കുമാണ്. الحمد لله اللهم صل على محمد وعلى ال محمد صلى الله عليه وسلم.